നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഇനി വെറും 2 ദിവസം മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കേരളത്തിലെ 3 മുന്നണികളും. എൽഡിഎഫും യുഡിഎഫും കേവല ഭൂരിപക്ഷം അവകാശപ്പെടുമ്പോൾ സംസ്ഥാനത്ത് ഒരു തൂക്കുസഭയുണ്ടാകുമെന്നും അവിടെ എൻഡിഎ നിർണായക ശക്തിയാകുമെന്നുമാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. തുടർച്ചയായ 3ാം ഭരണം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ്. വോട്ടെടുപ്പിനു പിന്നാലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ വിലയിരുത്തലിൽ കുറഞ്ഞത് 78 സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരം നിലനിർത്തുമെന്ന് ഉറപ്പിച്ചുകഴിഞ്ഞു. കഴിഞ്ഞ 2 തവണത്തെ അപേക്ഷിച്ച് സീറ്റുകളിൽ കുറവുണ്ടായേക്കാമെങ്കിലും ഭരണ തുടർച്ചയെ അതു ബാധിക്കില്ല. ഈഴവ വോട്ടുകൾ ഒന്നടങ്കം അനുകൂലമായതാണ് സിപിഎമ്മിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. മറുവശത്ത് എല്ലാ ജില്ലകളിലും യുഡിഎഫിന് അനുകൂലമായ തരംഗമുണ്ടായെന്നാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വിലയിരുത്തൽ. എത്ര കുറഞ്ഞാലും 80 സീറ്റുകൾ ഉറപ്പാണെന്ന യുഡിഎഫ് വ്യക്തമാക്കുന്നു. കൂടാതെ 15 സീറ്റുകളിൽ കടുത്ത മത്സരവും നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈഴവ വോട്ടുകളും യുഡിഎഫിനെ പിന്തുണച്ചുവെന്നാണ് കണക്കുകൂട്ടൽ. 4 ജില്ലകളിലെങ്കിലും ഇടതുപക്ഷം ചിത്രത്തിലുണ്ടാകില്ലെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. വിജയമുറപ്പിച്ചതോടെ യുഡിഎഫ് ക്യാമ്പിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു. അതേസമയം കുറഞ്ഞത് 4 സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് എൻഡിഎയുടെ വാദം. ഇരുമുന്നണികൾക്കും ഭൂരിപക്ഷം ലഭിക്കാതെ 68 സീറ്റുകൾ വീതം ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ എൻഡിഎയുടെ നിലപാട് കേരളത്തിൽ വിധിനിർണായകമാകും. കൂടാതെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരുടെ നിലപാടാകും മുന്നണികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഇനി വെറും 2 ദിവസം മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കേരളത്തിലെ 3 മുന്നണികളും. എൽഡിഎഫും യുഡിഎഫും കേവല ഭൂരിപക്ഷം അവകാശപ്പെടുമ്പോൾ സംസ്ഥാനത്ത് ഒരു തൂക്കുസഭയുണ്ടാകുമെന്നും അവിടെ എൻഡിഎ നിർണായക ശക്തിയാകുമെന്നുമാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. തുടർച്ചയായ 3ാം ഭരണം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ്. വോട്ടെടുപ്പിനു പിന്നാലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ വിലയിരുത്തലിൽ കുറഞ്ഞത് 78 സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരം നിലനിർത്തുമെന്ന് ഉറപ്പിച്ചുകഴിഞ്ഞു. കഴിഞ്ഞ 2 തവണത്തെ അപേക്ഷിച്ച് സീറ്റുകളിൽ കുറവുണ്ടായേക്കാമെങ്കിലും ഭരണ തുടർച്ചയെ അതു ബാധിക്കില്ല. ഈഴവ വോട്ടുകൾ ഒന്നടങ്കം അനുകൂലമായതാണ് സിപിഎമ്മിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. മറുവശത്ത് എല്ലാ ജില്ലകളിലും യുഡിഎഫിന് അനുകൂലമായ തരംഗമുണ്ടായെന്നാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വിലയിരുത്തൽ. എത്ര കുറഞ്ഞാലും 80 സീറ്റുകൾ ഉറപ്പാണെന്ന യുഡിഎഫ് വ്യക്തമാക്കുന്നു. കൂടാതെ 15 സീറ്റുകളിൽ കടുത്ത മത്സരവും നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈഴവ വോട്ടുകളും യുഡിഎഫിനെ പിന്തുണച്ചുവെന്നാണ് കണക്കുകൂട്ടൽ. 4 ജില്ലകളിലെങ്കിലും ഇടതുപക്ഷം ചിത്രത്തിലുണ്ടാകില്ലെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. വിജയമുറപ്പിച്ചതോടെ യുഡിഎഫ് ക്യാമ്പിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു. അതേസമയം കുറഞ്ഞത് 4 സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് എൻഡിഎയുടെ വാദം. ഇരുമുന്നണികൾക്കും ഭൂരിപക്ഷം ലഭിക്കാതെ 68 സീറ്റുകൾ വീതം ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ എൻഡിഎയുടെ നിലപാട് കേരളത്തിൽ വിധിനിർണായകമാകും. കൂടാതെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരുടെ നിലപാടാകും മുന്നണികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.